ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റിനകത്ത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ഏത് രീതിയിലാണ് ആരംഭിക്കുകയെന്നും എങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതും എന്തുമാത്രം ഒരു ബെനിഫിറ്റ് ഈ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സിന് കിട്ടും എന്നുള്ളതിനകത്ത് വ്യക്തത ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അല്ലാതെ ഉള്ള സ്റ്റാർട്ടപ്പ് കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഒരു പക്ഷേ സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് കേരളം നല്ല രീതിയിൽ പുരോഗതി വഹിച്ചിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുകയും നന്നായി പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സ്റ്റാർട്ടപ്പ് നടത്തി സ്റ്റാർട്ടപ്പ് പൊളിഞ്ഞുപോയ കഥകളും ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ വ്യക്തമായ ഒരു പോളിസിയും വ്യക്തമായ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഉണ്ടായാൽ മാത്രമേ സ്റ്റാർട്ടപ്സിന് വിജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് അവൈലബിൾ ആക്കിയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത കാര്യവും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, അല്ലാതെയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ടൂറിസം മേഖലയുടെ സ്റ്റാർട്ടപ്പിനെ പറ്റി ഒരു വ്യക്തമായ ഒരു രീതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ടൂറിസം മേഖലയിലെ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസത്തിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. പ്രൈം മിനിസ്റ്ററും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഈ ടൂറിസം മേഖലയ്ക്ക് വ്യക്തമായ ഒരു താല്പര്യത്തോടുകൂടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞ ഡൊമസ്റ്റിക് ടൂറിസം നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ടുള്ള പ്രാമുഖ്യം നൽകണം. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മാൽദീവ്സിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് നമ്മൾ ലക്ഷദ്വീപിലേക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വേണം എന്ന് പ്രൈം മിനിസ്റ്റർ പറയുകയും അതനുസരിച്ചുള്ള അവിടെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ മെനിങ്ങാന്ന് പിന്നെ 2-ാം തീയതി വന്ന കേന്ദ്ര ബഡ്ജറ്റിൽ അത് പറയുക അതിനെപ്പറ്റി പ്രാമുഖ്യം നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസമാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്യക്തമായി മുന്നോട്ട് വന്നിട്ടില്ല. ആ ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഒരു അടുത്ത 2 വർഷങ്ങൾക്കുള്ള ഒരു 10,000 റൂംസെങ്കിലും അഡീഷണലായിട്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ആ 10,000 റൂംസ് വരണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ലാൻഡ് പാർസൽസ് ഉണ്ടാക്കി ആ ലാൻഡ് പാർസൽസ് ഓൺട്രപ്രണേഴ്സിന് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഫെസിലിറ്റിയോടുകൂടി നൽകുകയും അതിനു വേണ്ടിയുള്ള അപ്രൂവൽസും കാര്യങ്ങളും സമയബന്ധിതമായി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യും. കേരളത്തിൽ നിങ്ങൾ ടൂറിസം മേഖല നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് 100% ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് മേഖലയാണ്. അപ്പോൾ പ്രൈവറ്റ് മേഖലയ്ക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനും സമയബന്ധിതമായിട്ട് അതിൻ്റെ ലാഭം എടുക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ അടവുകൾ അടയ്ക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യാൻ അതൊരു സംശയം വേണ്ട. പക്ഷേ ഡെഫിനറ്റായിട്ടും അതിനുള്ള ഈ ഏകജാലകം, ഇപ്പോൾ നേരത്തെ മേരി ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏകജാലകം പല ജാലകങ്ങൾ കടന്ന് ആണ് ഏകജാലകമായിട്ട് എത്തുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഏകജാലകത്തിനുള്ള അംഗീകാരം 1 മാസത്തിനകം നൽകണമെന്നുള്ള നിബന്ധനയോടുകൂടി ഏകജാലക കമ്മിറ്റിയുണ്ട്. പക്ഷേ രഘുവിനറിയാം, രഘുവിടെ എത്തിയിട്ടുണ്ട്, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 2 വർഷം 3 വർഷം എടുക്കും ഒരു ഏകജാലകത്തിൻ്റെ അപ്രൂവൽ എല്ലാ കടമ്പയും കടന്ന് അവസാനം എത്തിച്ചേരാനായിട്ട്. അപ്പോൾ അങ്ങനെ നടക്കത്തില്ല. ഗവൺമെൻറ് ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്വകാര്യ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ മാത്രം പൈസ കൊണ്ടുവരുന്നതല്ല. ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. റിസ്ക് എടുത്ത് ഫണ്ട് മൊബിലൈസ് ചെയ്ത് വിവിധ ഏജൻസികളിൽ നിന്നും വിവിധ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അല്ല ആരും സ്വന്തം പൈസയായിട്ട് ചെയ്യുന്നില്ല. സ്വന്തം പൈസ ഉള്ളവർക്ക് അതിൻ്റേതായ മാർക്കറ്റിംഗ് വേറെ ഉണ്ടാകും. പക്ഷേ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ, കേരളത്തിലുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ഓൺട്രപ്രണേഴ്സ് പ്രവാസികളാണെങ്കിലും അല്ലാത്തവരും അങ്ങനെ ഫണ്ട് റൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സമയബന്ധിതമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൻ്റെ റിട്ടേൺസ് എടുക്കുവാനും അതിൻ്റെ റിട്ടേൺസ് തിരിച്ചടയ്ക്കുവാനും അതിന് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇപ്പോൾ കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ വളർന്നു വന്ന കമ്പനികളാണ്. അത് ഇവിടെ നിലനിൽക്കാൻ പറ്റാതെ പോയില്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണ് തുറക്കട്ടെ. അവിടെ എന്താണ്? പൊളിറ്റിക്സാണ്. അത് ശുദ്ധമായ പൊളിറ്റിക്സ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വന്നു കഴിഞ്ഞാൽ ഏത് വ്യവസായം വരും? ആ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് നോൺ പൊളിറ്റിക്കലായിരിക്കണം. ഈ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ടൂറിസം മേഖലയിലും എല്ലാ ഇൻഡസ്ട്രീസും IT സെക്ടറും എല്ലാം തന്നെ നോൺ പൊളിറ്റിക്കലായിരിക്കണം. അവിടെ പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് വരാൻ പറ്റില്ല. കേരളത്തെ പറ്റിയുള്ള ആക്ഷേപവും അത് തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പൊളിറ്റിക്സ് ഇല്ല. വ്യവസായ വികസനത്തിന് അവിടെ ഒരു പൊളിറ്റിക്സും ഇല്ല. അത് കറക്റ്റായിട്ടുള്ള വ്യവസായമാണെങ്കിൽ അതിനുള്ള കമ്മിറ്റി ഉണ്ടാകും, അപ്രൂവൽ കൊടുക്കും, സമയബന്ധിതമായി മുന്നോട്ട് പോകും. പക്ഷേ കേരളത്തിൽ ഏത് വ്യവസായം നടത്തണമെങ്കിലും പൊളിറ്റിക്സിൽ കൂടി മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അതാണ് ഓൺട്രപ്രണേഴ്സ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അത് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ അതിന് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതാണ് വേണ്ടത്. സ്വകാര്യ മേഖലയെ കൊണ്ട് മാത്രമേ കേരളം രക്ഷപ്പെടൂ എന്ന് പ്ലാൻ B അനൗൺസ് ചെയ്തിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറയുകയാണ്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ നടപ്പാകൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ.